നമ്മുടെ പഴം പിഴിഞ്ഞ് ഇളനീർ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ഇളനീരിൻ്റെ പൾപ്പും അതിൻ്റെ ജ്യൂസും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണിത്. അത് വേണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രസകദളിപ്പഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു നമുക്ക് ഇപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. നമുക്ക് ദാഹവും വിശപ്പൊക്കെ ഒരുപോലെ മാറുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് 3 പഴം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 6-7 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയും കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ജ്യൂസിന്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളടുത്ത് ഏലക്കയാണുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ശർക്കര, അത് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതോടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ശർക്കരയും ഇതും കൂടെ കൂടിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ക്കൊക്കെ ചെയ്യുന്ന മാതിരി ഈ ഇളനീർ ജ്യൂസിനെ നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് കട്ടാക്കി എടുത്തിട്ട് ആ കട്ട നമുക്ക് ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ഷെയ്ക്കിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലാണ് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 പീസ് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ പിഴിഞ്ഞ ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ ഒരു തിക്കായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇളനീർ ജ്യൂസ് ആദ്യം ഒന്ന് ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് എന്നൊക്കെ പറയും. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ട് എന്നുള്ളവർ മാത്രം, കയ്യിലുള്ളവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഈ സബ്ജ സീഡൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം പിഴിഞ്ഞ ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഇളനീരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പാൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇളനീരുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിന് നമുക്ക് ഒരു സൈഡിലായിട്ട് ഒരു പഴത്തിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗാർണിഷിങ്ങിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും പിസ്ത സ്ലൈസ് ചെയ്തതുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴം പിഴിഞ്ഞ ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെ ഇഫ്താറിനൊക്കെ നമുക്ക്
ദാഹവും ക്ഷീണമൊക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.